ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സൂര്യോദയം മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് രാജയോഗം വന്നെത്തുന്നു. ഇന്നു മുതൽ ഈ നക്ഷത്ര ജാതകരുടെ തലവര മാറും. അപൂർവമായ രാജയോഗമാണ് ഈ നക്ഷത്ര ജാതകർക്കിനി വന്നു ചേരുക. ജ്യോതിഷപ്രകാരം വളരെയേറെ സവിശേഷതകളുള്ള ഗ്രഹമാണ് സൂര്യനും ബുധനും. ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ. ബുധനാകട്ടെ ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുക. ജ്യോതിഷപ്രകാരം വലിയ പ്രാധാന്യമുള്ള രണ്ട് ഗ്രഹങ്ങളാണ് സൂര്യനും ബുധനും. മാർച്ച് 15, അതായത് ഇന്നു മുതൽ മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ബുധൻ നേരത്തെ തന്നെ മീനം രാശിയിൽ തന്നെയുണ്ട്. അതായത് ഒരേ രാശിയിൽ സൂര്യനും ബുധനും വരുന്നതോടെ ജ്യോതിഷപ്രകാരം വലിയ പ്രധാനപ്പെട്ട രാജയോഗങ്ങളിലൊന്നായ ബുധാദിത്യ രാജയോഗമാണ് ഉണ്ടാകുന്നത്. വളരെ ശക്തമായ രാജയോഗമാണിത്. എല്ലാ നക്ഷത്ര ജാതകരിലും സ്വാധീനം ചെലുത്തുമെങ്കിലും ചില നക്ഷത്ര ജാതകർക്ക് വളരെയധികം നേട്ടങ്ങളാണ് ഈ രാജയോഗത്തിലൂടെ ലഭിക്കുവാൻ പോകുന്നത്. കുംഭം 30 രാത്രി 6:50 അതായത് 2025 മാർച്ച് 14 മീനരവി സംക്രമം നടക്കുന്നു. മീനമാസം 1-ാം തീയതി കണക്കാക്കുന്നത് മാർച്ച് മാസം 15 ശനിയാഴ്ചയാണ്. മീനമാസം 30 തീയതികളിലുണ്ട്. ഏപ്രിൽ 13 അവസാനിക്കുന്നു. മീനമാസത്തിൽ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ ഞാറ്റുവേലകളാണ് ഉള്ളത്. ചന്ദ്രൻ മീനം 1 കൃഷ്ണപക്ഷത്തിൽ സഞ്ചരിക്കുന്നു. മീനം 15 അതായത് മാർച്ച് 29 അമാവാസി. പിറ്റേന്ന് പുതിയ ചന്ദ്രവർഷവും അതിലെ 1-ാം മാസമായ ചൈത്രവും തുടങ്ങുന്നു. വസന്ത ഋതുവും അപ്പോൾ ആരംഭിക്കുകയാണ്. പുതിയ ചന്ദ്രവർഷത്തിൻ്റെ പേര് വിശ്വവാസു എന്നാകുന്നു. മീനം 29 അതായത് ഏപ്രിൽ 12 മീനമാസത്തിലെ വെളുത്ത വാവ് ഭവിക്കുന്നത്. മീനമാസം 15 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് കടക്കുന്നു. പ്രധാനപ്പെട്ട ജ്യോതിഷ പ്രതിഭാസമാണ് ശനിയുടെ രാശിമാറ്റം. 36 ദിവസം നീളുന്ന ശനിയുടെ വാർഷികമായ മൗഢ്യാവസ്ഥ മീനം 16 മാർച്ച് 30 അവസാനിക്കുന്നു. ശനിയുടെ സഞ്ചാരം പൂരുരുട്ടാതി നക്ഷത്രത്തിൽ തന്നെയാണ്. വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ തുടരുന്നു. മീനം 27 മകയിരത്തിലേക്ക് സംക്രമിക്കുകയാണ്. മീനം 3 മാർച്ച് 17 രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിൽ നിന്നും പിൻഗതിയായി പൂരുരുട്ടാതിയിൽ പ്രവേശിക്കുന്നു. കേതു കന്നി രാശിയിൽ ഉത്രം നക്ഷത്രത്തിലാണ്. ചൊവ്വ മീനമാസം 20 മിഥുനത്തിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കും. മീനം 29 വരെ പുണർതം 4-ാം പാദത്തിലും തുടർന്ന് പൂയത്തിലും സഞ്ചരിക്കുന്നു. ബുധശുക്രന്മാർ യഥാക്രമം നീചാവസ്ഥയിലും ഉച്ചാവസ്ഥയിലുമായി മീനം രാശിയിൽ തുടരുന്നു. അവർക്ക് രാശി മാറ്റമില്ല. ഈ മാസം ബുധൻ മീനം 20 വരെ ഉത്രട്ടാതിയിലും 28 മുതൽ രേവതിയിലും സഞ്ചരിക്കുന്നു. ബുധന് മീനം 3 മുതൽ 18 വരെ മൗഢ്യാവസ്ഥയുണ്ട്. ശുക്രൻ മീനം രാശിയിൽ തുടരുന്ന കാര്യം സൂചിപ്പിക്കുന്നു. മീനമാസം 18 വക്രഗതിയായി ഉത്രട്ടാതിയിൽ നിന്നും പൂരുരുട്ടാതിയിലേക്ക് നിഷ്ക്രമണം നടത്തുന്നു. ശുക്രനും മീനം 4 മുതൽ 13 വരെ മൗഢ്യാവസ്ഥയുണ്ട്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ആദിത്യൻ 12-ാം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ശാരീരികമായ അധ്വാനം കൂടുന്ന കാലമാണ്. ജോലി സ്ഥലത്ത് പതിവിലും സമയം നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരും. കാര്യ ആലോചനകളിൽ നിലപാടുകളിലും ആശയങ്ങളിലും വ്യക്തമാക്കുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും. ഔദ്യോഗികമായ യാത്രകൾ വർദ്ധിക്കുന്നതാണ്. വ്യാഴം, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥയിൽ തുടരുന്നത് നിങ്ങൾക്ക് വന്നു ചേരുന്ന പ്രശ്നങ്ങളെ മറികടക്കുവാനുള്ള കരുത്തും ആത്മവിശ്വാസവും സമ്മാനിക്കും. ആദർശത്തിന് വീഴ്ച വരുത്താതെ തന്നെ പ്രായോഗികമായ സമീപനം കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. സുഹൃത്തുക്കളുടെ കാര്യത്തിൽ വളരെയധികം കരുതൽ വേണ്ടതുണ്ട്. സാമ്പത്തികമായ സ്ഥിതി തൃപ്തികരമായിരിക്കും. എന്നാൽ നിങ്ങളുടെ ചിലവിൽ നിയന്ത്രണം പുലർത്തുന്നത് ഗുണകരമാണ്. കുടുംബജീവിതത്തിൽ സാമാന്യം തൃപ്തിയുണ്ടാകും. മാസത്തിൻ്റെ പകുതിയിൽ അതായത് മീനം 15 മുതൽ മാർച്ച് 29 ശനി മീനം രാശിയിൽ പ്രവേശിക്കുന്നതോടുകൂടി നിങ്ങളുടെ 7.5 ശനിക്കാലം ആരംഭിക്കും.
അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനും ആദിത്യനും രാഹുവും ബുധനും 12-ൽ സഞ്ചരിക്കുന്നതിനാൽ പലതരം സമ്മർദ്ദങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുമായോ അതുമല്ലെങ്കിൽ മേലധികാരിയുമായോ പിണങ്ങേണ്ടി വരും. വിജയം നേടുന്നതിന് വേണ്ടി വളരെയധികം ആവർത്തിത ശ്രമങ്ങൾ വേണ്ടിവരുന്നതാണ്. സാങ്കേതികമായി പോരായ്മകൾ അനുഭവപ്പെടും. കർമ്മസംബന്ധമായ യാത്രകൾ വർദ്ധിക്കുന്നതാണ്. ദുശീലങ്ങൾ ഉള്ളവർക്ക് ആ വകയിൽ വളരെയധികം ചിലവ് വർദ്ധിക്കും. കൂട്ടുകെട്ടുകളുടെ കാര്യത്തിൽ പുനഃചിന്ത വേണ്ട ഒരു അവസ്ഥയുണ്ട്. വ്യാഴം, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങൾ നിങ്ങളുടെ സുസ്ഥിതിയിലാവുകയാൽ പ്രതിസന്ധികളെ സ്വയം പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കുറയും. ധനവരവ് ഒരു രീതിയിലും നിങ്ങൾക്ക് മോശമാവില്ല. ചെലവിൽ ജാഗ്രത വേണം. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണ്ട സമയമാണ്. മീനം പകുതി, അതായത് മാർച്ച് അവസാനം മുതൽ നിങ്ങളുടെ 7.5 ശനിക്കാലം തുടങ്ങുന്നതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. മേടരാശിക്കാർക്ക് മനക്ലേശവും ജോലിയിൽ പിരിമുറുക്കവും ഉണ്ടാകും. പ്രശ്ന പരിഹാരം ഒരു രീതിയിലും സുഗമമാകില്ല. ഏകാഗ്രതയോടെ പ്രവൃത്തികൾ ചെയ്യുവാൻ വളരെയധികം വിഷമിക്കുന്നതാണ്. ധനവരവ് മോശമാകില്ല. ധനം ഇല്ലാത്തതിനാൽ ഒരു കാര്യവും മുടങ്ങുകയുമില്ല. ധൂർത്തിന് നിങ്ങൾ ഒരു രീതിയിലും മുതിരരുത്. 2-ലെ വ്യാഴസ്ഥിതിയിൽ നല്ല വാക്കുകൾ പറയുവാൻ കഴിയും. സഹോദരന്മാർ നിങ്ങൾക്ക് സഹായ സഹകരണവുമായി വന്നെത്തും. ഇടവരാശിക്കാർക്ക് ആദായം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന കാലമാണ്. കർമ്മരംഗത്ത് നവീകരണം കൊണ്ടുവരുവാനുള്ള നിങ്ങളുടെ ശ്രമം മുഴുവനായും വിജയിക്കും. പൈതൃക സ്വത്തുവകകൾ വിൽക്കുവാൻ കഴിയുന്നതാണ്. പിതാവിൽ നിന്നുമുള്ള സാമ്പത്തിക സഹായം ലഭിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. മത്സരങ്ങളിലും പരീക്ഷകളിലും മികച്ച വിജയം കരസ്ഥമാക്കുവാനും സർക്കാർ കാര്യങ്ങളിൽ സംബന്ധിച്ചുള്ള എല്ലാവിധ രേഖകളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതായത് കാർത്തിക നക്ഷത്ര ജാതകർക്ക് രാജയോഗം തന്നെയാണ് ഇനി ഉണ്ടാകുവാൻ പോകുന്നത്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. 11-ൽ സൂര്യൻ, രാഹു, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ ലാഭം വർദ്ധിക്കും. തടസ്സങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം അകന്നു കിട്ടുന്നതാണ്. ശത്രുക്കളെയെല്ലാം നിങ്ങൾക്ക് തന്ത്രപൂർവ്വം, അതായത് സമർത്ഥമായി പ്രതിരോധിക്കുവാൻ കഴിയും. സ്വന്തം കഴിവുകൾ തിരിച്ചറിയുവാനുള്ള സന്ദർഭം വന്നെത്തുന്നതാണ്. നവസംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അനുമതി ലഭിക്കും. സുഹൃത്ത് ബന്ധം വളരെയധികം ദൃഢമാകുന്നതാണ്. ഉപരിപഠനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം വളരെയധികം വ്യക്തതയുണ്ടാക്കും. തൊഴിൽ തേടുന്ന ആളുകൾക്ക് ഏറ്റവും ഹിതകരമായ ജോലി ലഭിക്കുന്നതാണ്. പഴയ കടബാധ്യതകൾ തീർക്കുവാനുള്ള വഴി തെളിഞ്ഞു കിട്ടും. കുടുംബാംഗങ്ങളുടെ സ്നേഹം നിർലോഭം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അവിവാഹിതരായ ആളുകൾക്ക് ദാമ്പത്യ സൗഭാഗ്യത്തിനുള്ള യോഗം വന്നെത്തും. ഗൃഹനിർമ്മാണം തുടരുവാൻ സാധിക്കും. മാസത്തിൻ്റെ പകുതിയിൽ നിങ്ങളുടെ എല്ലാവിധ ശനികളും തീർന്നു കിട്ടുന്നതാണ്. തൊഴിൽപരമായി വളരെയധികം കൂടുതൽ നിങ്ങൾക്ക് വളരുവാനും ധന ഉന്നതി കൈവരിക്കുവാനുള്ള സാഹചര്യം വന്നെത്തും. അതായത് രോഹിണി നക്ഷത്ര ജാതകർക്ക് സൂര്യ-ബുധ സംയോഗം വഴി രൂപപ്പെടുന്ന ബുധാദിത്യ രാജയോഗം ഫലപ്രദമായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. ഇടവരാശിക്കാർക്ക് മീനമാസത്തിൽ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹ സാഫല്യവും അനായാസമാകും. മത്സരങ്ങളിൽ വിജയിക്കുവാൻ കഴിയും. സർക്കാരിൽ നിന്നും ഉള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും നിങ്ങളുടെ കൈവരും. ബാങ്ക് വായ്പ ലഭിക്കാം. ചിട്ടി, ലോട്ടറി, നറുക്കെടുപ്പുകൾ എന്നിവ മൂലം നിങ്ങൾക്ക് ധനാഗമ മാർഗമുണ്ടാകും. മാർക്കറ്റിംഗ് മേഖലയിലുള്ള ആളുകളാണെങ്കിൽ നിർദ്ദിഷ്ട ലക്ഷ്യം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ചെറിയ കരുനീക്കങ്ങൾ വലിയ വിജയത്തിന് നിങ്ങൾക്ക് കാരണമാകും. മാസത്തിൻ്റെ പകുതിയിൽ 2 വർഷത്തിലേറെ തുടരുന്ന കണ്ടകശനി നിങ്ങളുടെ അവസാനിക്കുന്നു. ഗുണകരമായ സത്യമാണ്. വളരെയധികം ധനനേട്ടവും സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. മിഥുന രാശിക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാകും വന്നു ചേരുക. തൊഴിലന്വേഷണം വിജയകരമാകും. കഴിവിനനുസരിച്ചുള്ള ഉദ്യോഗം ലഭിക്കുന്നതാണ്. പരീക്ഷകളിൽ വളരെയധികം ശോഭിക്കുവാൻ കഴിയും. കുടുംബ ബന്ധങ്ങളിൽ തൃപ്തി കുറയുന്നതാണ്. ബന്ധുക്കളുടെ തർക്കത്തിൽ ഇടപെടുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. ആദിത്യനും ബുധനും ഗുണകാരികളാകിയാൽ തൊഴിലിൽ വളരെയധികം മെച്ചം പ്രതീക്ഷിക്കാം. പ്രമോഷനോ കിട്ടുവാനുള്ള അധികാര ചുമതലകളോ വന്നുചേരും. സഹപ്രവർത്തകരെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ വിജയം കൈവരും. ബുദ്ധിപൂർവമായ നീക്കങ്ങൾ നടത്തുവാനും വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പുരോഗതിയും ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുടെ പിന്തുണ നിർലോഭം വന്നെത്തും. ശുക്രൻ നിങ്ങളുടെ അനുകൂല സ്ഥിതിയിൽ അല്ലാത്തതിനാൽ പ്രണയബന്ധത്തെ ബാധിക്കപ്പെടുന്നതാണ്. പിണക്കം വളരെയധികം വന്നു ചേരും.
വസ്തു പണയപ്പെടുത്തി ധനം നേടുവാനുള്ള ശ്രമം പിന്നീട് ദോഷകരമാകുന്നതാണ്. ഉത്സവാദികളിൽ നിങ്ങൾക്ക് സാന്നിധ്യം പുലർത്തുവാൻ കഴിയും. വിദേശത്ത് പഠനം അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുവാനുള്ള സാധ്യത വന്നെത്തുന്നതാണ്. ശനിയും കൂടി 10ാം ഭാവത്തിൽ വരുന്നത് ആലസ്യം സൃഷ്ടിക്കുവാൻ ഇടവരുന്നതാണ്. രാഹു ശനി യോഗം നിങ്ങളുടെ വ്യക്തിത്വത്തെ ദുർബലപ്പെടുത്തുന്നതാണ്. ജന്മരാശിയിൽ ചൊവ്വ തുടരുന്നത് നിങ്ങളുടെ ക്ഷോഭവാസനകൾക്ക് കാരണമാക്കുന്നതാണ്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. സ്വാശ്രയ വ്യാപാരത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. തടസ്സങ്ങളുടെ കാരണം കണ്ടെത്തി പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. വലിയ മുതൽ മുടക്കുകൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ സമയമല്ല. കമ്മീഷൻ വ്യാപാരം ഏജൻസികൾ എന്നിവയിൽ ഗുണപ്രദമായിരിക്കും. ജോലി തേടുന്നവർക്ക് താൽക്കാലികമായ തൊഴിൽ ലഭിക്കുന്നതാണ്. പ്രധാനപ്പെട്ട രേഖകൾ പുതുക്കേണ്ട കാര്യത്തിൽ മറവി വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യായാമം, ദിനചര്യ എന്നിവയ്ക്ക് നേരം നീക്കി വെക്കേണ്ടി വരും. മകളുടെ വിവാഹം നിശ്ചയിക്കപ്പെടാം. സാമ്പത്തിക കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ വരുവാനിടയുണ്ട്. വസ്തു വ്യാപാരത്തിൽ മാസാന്ത്യം വരെ പലതരം തടസ്സങ്ങൾ വന്നെത്തുന്നതാണ്. വയോധികരായിട്ടുള്ള ബന്ധുജനങ്ങളെ സന്ദർശിക്കുവാൻ കഴിയും. രാഷ്ട്രീയത്തോട് വിരക്തി ഉണ്ടാകുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ശ്രദ്ധാപൂർവം നിർവഹിക്കുവാനും കഴിയുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. ആദിത്യൻ അഷ്ടമത്തിൽ നിന്നും മാറുന്നത് വളരെയധികം ആശ്വാസകരമാണ്. തൊഴിൽ രംഗത്തെ സമ്മർദ്ദങ്ങൾക്കെല്ലാം അയവുണ്ടാകും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉചിതമായ ഷിഫ്റ്റിലേക്ക് മാറുവാൻ കഴിയും. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. പല വർഷങ്ങളായി തുടരുന്ന വായ്പയുടെ തിരിച്ചടവ് പൂർത്തിയാക്കും. കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നുചേരും. കുടുംബക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണം പൂർത്തിയാക്കുവാനുള്ള മാനസികമായ ആശ്വാസത്തിന് കാരണമാകുന്നതാണ്. വസ്തു കച്ചവടം ലാഭകരമാക്കില്ല. അതിനാൽ തന്നെ അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കുന്നത് ഉചിതമാണ്. ഗവേഷണത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയും. കരാർ പണികളെല്ലാം നീട്ടിക്കിട്ടുന്നതാണ്. നീണ്ട പ്രണയം വിവാഹത്തിലൂടെ സഫലമാകും. മാസത്തിൻ്റെ പകുതിയോടുകൂടി അഷ്ടമശനി അവസാനിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആശ്വാസം സൃഷ്ടിക്കുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. വരുമാന മാർഗം ഇല്ലാത്തവർക്ക് താൽക്കാലികമായിട്ടുള്ള ജോലിയെങ്കിലും തരപ്പെടുന്നതാണ്. വ്യാപാരത്തിൽ വലിയ തോതിൽ വിപുലീകരണം നടത്തുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഗുണകരമാകില്ല. റിയൽ എസ്റ്റേറ്റുകാർക്ക് ക്രയവിക്രയത്തിൽ ലാഭം കുറയുന്നതായിരിക്കും. സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് വേതനത്തിൽ വർധനവുണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണം തുടരുവാൻ കഴിയും. എന്നാൽ ഇടയ്ക്കിടെ ധനക്ലേശം മൂലം നിർത്തേണ്ടി വരുന്നതാണ്. അന്യദേശത്ത് പഠനത്തിന് പോകുന്ന കാര്യം സജീവമായ പരിഗണനയിൽ വരുന്നതാണ്. കുടുംബ പ്രശ്നത്തിൽ വയോജനങ്ങളുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പുണ്ടാക്കുവാൻ ഇടയുണ്ട്. സാഹിത്യം, കലാരംഗം നിങ്ങളുടെ എല്ലാം പുഷ്ടിപ്പെടുന്നതാണ്. തർക്കങ്ങൾ വ്യവഹാരങ്ങളായി മാറുവാൻ ഇടയുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ സംഭാഷണത്തിൽ മിതത്വം പുലർത്തുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. അഷ്ടമ രാശിയായ മീനത്തിൽ ആദിത്യൻ സഞ്ചരിക്കുകയാണ്. അഷ്ടമത്തിൽ തുടരുന്ന ബുധ ശുക്രന്മാർ ഭൗതികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും. ഭോഗസുഖം, സൗഹൃദം മൂലം സന്തോഷം, ആഡംബര വസ്തുലബ്ധി എന്നിവ അനുഭവിക്കുവാൻ കഴിയും. അതിനൊപ്പം ബൗദ്ധികമായി ഉണർന്ന് പ്രവർത്തിക്കുവാനും കഴിയുന്നതാണ്. പഠനത്തിൽ അല്ലെങ്കിൽ പരീക്ഷയിൽ വളരെയധികം ഏകാഗ്രത ഉണ്ടാകും. നിങ്ങളുടെ വാക്കിലും പ്രവൃത്തികളിലും വളരെയധികം ജാഗ്രത കൈക്കൊള്ളേണ്ട സമയമാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് വേഗം ചികിത്സ തേടേണ്ടതുണ്ട്. ഭൂമി വ്യാപാരത്തിൽ വളരെയധികം ധനനേട്ടം വന്നെത്തും. വ്യവഹാരങ്ങളിൽ അനുകൂലമായ തീർപ്പുണ്ടാകുന്നതാണ്. നവസംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഗ്രഹാനുകൂല്യം ഇല്ലെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. മീനം 15-ന് ശനി 7-ൽ നിന്നും 8-ലേക്ക് മാറുന്നു. അതോടെ നിങ്ങളുടെ അഷ്ടമ ശനിക്കാലം തുടങ്ങുകയാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാരുടെ വേദ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ ത്രിഗ്രഹങ്ങളുണ്ട്. സൂര്യനും പിന്നീട് പ്രവേശിക്കും. അതിനാൽ അജ്ഞാതമോ അകാരണമോ ആയ തടസ്സങ്ങൾ വന്നു ചേരുന്നതാണ്. ശത്രുക്കളെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയില്ല. പ്രവർത്തനത്തിൽ മന്ദഗതി വന്നേക്കും. സാഹസികത നിങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാണ്. സാമ്പത്തികമായി ഗുണകരമായ കാലമല്ല നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. വരവും ചെലവും അസന്തുലിതമാകും. ബന്ധങ്ങളുടെ ദാർഢ്യം നിലനിർത്തുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും. സുഹൃത്തുക്കളുടെ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കുക എന്നത് വൈകിയായിരിക്കും വന്നെത്തുന്നത്. ഗവേഷകർക്കൊപ്പം ശാസ്ത്രജ്ഞർക്കും ആശയക്കുഴപ്പം ഉണ്ടാകുന്നതാണ്. വ്യക്തമായ നിഗമനങ്ങളിൽ എത്തുവാൻ പരീക്ഷണങ്ങൾ തുടരേണ്ടി വരും. ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കുന്ന കാലമാണ്. സഹോദരാനുകൂല്യം, വ്യവഹാരത്തിൽ വിജയം എന്നിവ പ്രധാനമായ ഗുണഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നെത്തുന്നത്. മീനം പകുതിയിൽ കണ്ടകശനി തീർന്ന് അഷ്ടമശനി
ശനി നിങ്ങൾക്ക് ആരംഭിക്കുന്നു. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ചിങ്ങ രാശിക്കാർക്ക് 7-ൽ നിന്നും 8-ലേക്കും, കന്നി രാശിക്കാർക്ക് 6-ൽ നിന്നും 7-ലേക്കും ആദിത്യൻ സഞ്ചരിക്കുന്നു. ഇപ്പോൾ ചെയ്തു വരുന്ന ജോലിയിൽ സമാധാനം കുറയുന്നതാണ്. പക്ഷേ ജോലി തുടരുവാൻ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ജോലി തേടുവാൻ ഇത് ഉചിതമായ കാലമല്ല. ബിസിനസ്സിലെ കൂട്ടുകെട്ടുകളിലെ താല്പര്യം വളരെയധികം കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്. കടബാധകളിൽ ചെറിയ ആശ്വാസം വന്നു ചേരും. പ്രണയബന്ധം നിലനിർത്തുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും. ഭൂമി, വീട് എന്നിവ പണയപ്പെടുത്തി ധനം സമാഹരിക്കുവാൻ സാധ്യതയുണ്ട്. വിവാഹം അന്വേഷിക്കുന്ന ആളുകൾക്ക് കാര്യസാധ്യം ഭവിക്കുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് എതിർപ്പുകൾ പരിഹരിക്കുവാൻ വിയർപ്പൊഴുക്കേണ്ടി വരുന്ന കാലമാണ്. കരാർ പണികൾ തുടർച്ചയായി ലഭിക്കുവാൻ ഇടയുണ്ട്. കുടുംബത്തിൻ്റെ താൽപ്പര്യാർത്ഥം അവധിക്കാല ദൂരയാത്രകൾ ആസൂത്രണം ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. ഗ്രഹങ്ങളുടെ 7-ാം ഭാവത്തിലേക്കുള്ള രാശി സംക്രമണം ജീവിതത്തെ ഗുണപരമായും ദോഷകരമായും ബാധിക്കുന്ന കാലമാണ്. തൊഴിൽ രംഗത്ത് ആയാസം അനുഭവിക്കപ്പെടും. മേലധികാരികൾ അനുകൂലമായ നിലപാടുകൾ കൈക്കൊള്ളാത്തത് സമ്മർദ്ദങ്ങൾക്ക് കാരണമാകുന്നതാണ്. വലിയ തോതിലുള്ള പണം മുടക്കുന്നത് ഇപ്പോൾ ഒരു രീതിയിലും ഗുണകരമാകില്ല. എന്നാൽ ബിസിനസ്സിൽ നിന്നും തരക്കേടില്ലാത്ത വരുമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബന്ധുക്കളുടെ സഹായം സ്വീകരിക്കുവാൻ കഴിയും. തന്മൂലം നിലവിലെ കടബാധകൾ ഭാഗികമായി വീട്ടുവാൻ കഴിയുന്നതാണ്. ദാമ്പത്യത്തിൽ പിണക്കങ്ങൾ കൂടുവാൻ ഇടയുണ്ട്. പരസ്പരം കുറ്റം കണ്ടെത്തുന്ന ശീലം വല്ലാതെ വർദ്ധിക്കുന്ന കാലമാണ്. സുഹൃത്ത് സമാഗമങ്ങൾ സന്തോഷം നൽകുകയും ചെയ്യുന്നതാണ്. സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചറിയുവാൻ സമയം ചെലവഴിക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. കന്നി രാശിക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉയരും. ആലസ്യം അനുഭവപ്പെടുന്നതാണ്. അകാരണമായി ലീവ് എടുക്കുവാൻ തോന്നും. ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കൂടുതൽ സമയം വേണ്ടിവരുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വൈദ്യസഹായം ആവശ്യമായി വരും. പണമിടപാടുകൾ കൃത്യതയോടെ നടത്തുവാൻ ക്ലേശിക്കുന്നതാണ്. കൂട്ടു ബിസിനസ്സിൽ ലാഭം നാമമാത്രമാകും. എങ്കിലും വ്യാഴ അനുകൂലിത്താൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുടങ്ങുകയില്ല. തുലാം രാശിക്കാരായ ചിത്തിര നാളുകാർക്ക് തൊഴിലിടത്ത് സമാശ്വാസം ഭവിക്കുന്നതാണ്. വരുമാന മാർഗത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല. ശത്രുക്കൾ പൊതു ലക്ഷ്യത്തിനായി സഹകരിക്കുന്നതാണ്. കുടുംബ ജീവിതത്തിൽ നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ സ്വയം പിൻവലിയും. തടസ്സപ്പെട്ട ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ കഴിയും. നഷ്ടപ്പെട്ട് എന്ന് നിങ്ങൾ കരുതിയവയെല്ലാം തിരികെ കിട്ടുകയും ചെയ്യുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ആദിത്യൻ അനുകൂലമായിട്ടുള്ള 6-ാം ഭാവത്തിൽ സംക്രമിക്കുന്നത് ആരോഗ്യ പുഷ്ടി ഭവിക്കുന്നതാണ്. കാര്യസാധ്യം സുഖകരമായി തീരും. സർക്കാർ സംബന്ധിച്ച വിഷയങ്ങൾ ഭംഗിയായി നടന്നു കിട്ടുന്നതാണ്. സംഘടനകളിൽ നേതൃത്വ പദവി ലഭിക്കും. ബിസിനസ്സിൽ നവീനമായ പരീക്ഷണങ്ങൾ വിജയിക്കുന്നതാണ്. സാമൂഹികമായ അംഗീകാരം നിങ്ങളെ തേടി വരും. പ്രണയത്തിലെ കയ്പ് രസങ്ങളെല്ലാം മറക്കുവാൻ കഴിയുന്നതാണ്. സൗഹൃദം നിങ്ങളുടെ പുഷ്ടിപ്പെടും. ബന്ധുക്കളിൽ നിന്നും നിർലോഭമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ തേടുന്ന ആളുകൾക്ക് ആശ്വസിക്കുവാനും അഷ്ടമത്തിലെ വ്യാഴം ചെറിയ നിർഭാഗ്യങ്ങളെ ധനക്ലേശങ്ങളും വരുത്തുവാനും ഇടയുണ്ട്. 9-ലെ ചൊവ്വ ഭാഗ്യഭ്രംശത്തിനും പിതാവിന് സൗര്യക്കേടിനും കാരണമാകും. ശനിയുടെ രാശിമാറ്റം ഫലം കിട്ടുവാൻ വൈകുമെങ്കിലും ശുഭദായകമാണ് നിങ്ങൾക്ക്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. തുലാക്കൂറിലെ വിശാഖം നാളുകാർക്ക് പലതരം നേട്ടങ്ങൾ വന്നതും അധ്വാനത്തിന് നിങ്ങൾ അർഹിക്കുന്ന ഫലം ലഭിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വിദേശത്ത് കഴിയുന്ന വേണ്ടപ്പെട്ടവരുടെ ധനസഹായം ലഭിക്കുന്നതാണ്. സഹപ്രവർത്തകർ കൈയൊഴിഞ്ഞതും നിങ്ങൾക്ക് വേണ്ടി വന്ന ആളുകളായ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത നിർവഹണത്തിലൂടെ അത് വിജയത്തിലെത്തിക്കുവാൻ കഴിയുന്നതാണ്. വൃശ്ചിക രാശിക്കാരായ ആളുകൾക്കും നിലവിലെ സ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നതാണ്. മനസ്സിനെ ആലസ്യം ബാധിക്കുവാൻ ഇടയുണ്ട്. പുതു സംരംഭങ്ങൾ തുടങ്ങുവാൻ ആശിക്കും. എന്നാൽ പലതരം നൂലാമാലകൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന സാഹചര്യമുണ്ടാകും. ന്യായമായ ചെലവുകൾക്ക് ധനം വന്നെത്തുന്നതാണ്. കുടുംബത്തോടൊപ്പം കഴിയുവാൻ വേണ്ടുവോളം സമയം ലഭിക്കുന്ന കാലമാണ്. മകൻ്റെ പ്രണയകാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുവാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാനാകില്ല. 5-ാം ഭാവത്തിൽ 4 ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് കർമ്മ മേഖലയിൽ ആശയക്കുഴപ്പങ്ങൾ സമ്മാനിക്കും. ഭാവി കാര്യങ്ങളിൽ അവ്യക്തത തുടരുന്നതാണ്. ചാഢ്യബുദ്ധി മൂലം അവസരങ്ങൾ നഷ്ടപ്പെടുവാൻ ഇടയുണ്ട്. മക്കളുടെ പഠനകാര്യത്തിൽ അവ്യക്തത ഉടലെടുക്കുന്നതാണ്.
ഏഴാം ഭാവത്തിൽ തുടരുന്ന വ്യാഴം വിദേശ യാത്ര സാധിപ്പിക്കും. കൂട്ടുകച്ചവടത്തിൽ നേട്ടങ്ങൾ ആവർത്തിക്കുന്നതാണ്. സാഹിത്യകാരന്മാർക്ക് വളരെയധികം ഭാവനാത്മകതയോടെ സർഗവ്യാപാരത്തിൽ മുഴുകുവാൻ കഴിയും. പ്രണയത്തിൽ പാരസ്പര്യം ശക്തമാകുന്ന കാലമാണ്. അയൽ തർക്കങ്ങളിൽ ആവർത്തിക്കാം. പാരമ്പര്യമായ തൊഴിലുകളിൽ അനിഷ്ടം ഉടലെടുക്കുന്നതായിരിക്കും. രാഷ്ട്രീയമായ നിലപാടുകളിൽ അവസരവാദിയായി വിമർശിക്കപ്പെടുവാനും ഇടയുണ്ട്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. സൂര്യൻ 4-ാം ഭാവത്തിൽ നിന്നും 5-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുകയാണ്. വീടും വീട്ടുകാരും സുഹൃത്തുക്കളും മറ്റും 4-ാം ഇടത്തിൽ പരിഗണനയിലാണ്. ആ വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമ്മർദ്ദങ്ങൾക്ക് ഇതോടെ അയവുണ്ടാകും. 5-ാം ഇടം ഭാവനയും വിവേകത്തെയും സൂചിപ്പിക്കുന്നു. ആ കാര്യങ്ങളിൽ കരുതൽ കൂടുതൽ ആവശ്യമാണ്. ശനി കൂടി മാസം പകുതിയിൽ 5-ാം ഇടത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ കണ്ടകശനി നിങ്ങളുടെ തീരുന്നു. വ്യക്തിപരമായി വളരെയധികം സുഗമതയും സ്വസ്ഥതയും ഉണ്ടാകുന്ന കാലമാണ്. അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ ഇനി നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കില്ല. ബിസിനസ്സിൽ മെച്ചം പ്രതീക്ഷിക്കുക. വ്യാഴ ആനുകൂല്യം പൊതുവെയുള്ള സൗഭാഗ്യത്തിന് കാരണമാകും. അഷ്ടമത്തിലെ ചൊവ്വ 3-ാം ആഴ്ചകൾക്ക് ശേഷം രാശി മാറുന്നതും ഗുണകരമാകും. സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവമാകുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകും. പദവികളിൽ ഇരിക്കുന്ന ആളുകൾ സ്വയം ദുർബലന്മാരായി തോന്നിയേക്കും. അധികാരം പങ്കിടുവാൻ വേറെയും അവകാശികൾ ഉണ്ടാകുന്നതാണ്. ഗൃഹ ഐക്യം ഒരു സ്വപ്നമാകും. മക്കളുടെ നിർബന്ധശീലം നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കും. ബന്ധുക്കൾ പിണക്കം മറന്ന് വീണ്ടും സഹകരിക്കുന്നത് ആശ്വാസകരമാകും. സ്ത്രീകളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന കാലമാണ്. പ്രണയ തകർച്ചയിൽ നിന്നും കരകയറുവാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും. ഗവേഷണം, ഉപരിപഠനം ഇവ തുടരുന്നതാണ്. മീനം 15-ന് ശേഷം കണ്ടകശനി ആരംഭിക്കുന്നു. കഴിവതും നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ചെയ്യരുത്. വ്യായാമവും ആഹാര നിയന്ത്രണവും ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ജീവിതശൈലി രോഗങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ ചികിത്സ മുടക്കരുത്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. 3-ാം ഭാവത്തിൽ നിന്നും ആദ്യത്തെ 4-ൽ പ്രവേശിക്കുന്നതോടെ ആ ഭാവത്തിൽ ഇരു പാപഗ്രഹങ്ങളും ഇരു ശുഭഗ്രഹങ്ങളും സഞ്ചരിക്കുന്ന സ്ഥിതി വരുന്നു. പകുതി ഗുണം പകുതി ദോഷം എന്ന നിലയിലാകും. സ്വതസിദ്ധമായ കഴിവുകൾ മുഴുവൻ പുറത്തെടുക്കുവാൻ കഴിഞ്ഞേക്കില്ല. ശത്രുക്കളെ പ്രതിരോധിക്കുവാനും ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ വിഷമിക്കേണ്ടി വരും. കൈവായ്പകൾ പ്രയോജനപ്പെടുത്തി അത്യാവശ്യമായി കാര്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്നതാണ്. പുതിയ വാഹനം വാങ്ങുവാനുള്ള സാധ്യത വന്നുചേരും. ബാല്യകാല സുഹൃത്തുക്കളുമായി നല്ല ഓർമ്മകളിൽ മുഴുകുവാൻ കഴിയുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുമെങ്കിലും പതിവ് പരിശോധനകൾ ഒരു രീതിയിലും നിർത്തരുത്. മാസത്തിൻ്റെ പകുതിയിൽ ശനി 4-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നതോടെ കണ്ടകശനി നിങ്ങളുടെ ആരംഭിക്കുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. മകരക്കൂറിലെ ഉത്രാടത്തിന് ഗുണഫലങ്ങൾ അധികരിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് സമ്മർദ്ദം അകലും. സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ്. ബന്ധങ്ങളുടെ മുറിഞ്ഞ ചങ്ങലകളെല്ലാം വീണ്ടും വിളക്കി ചേർത്തേക്കും. സാമ്പത്തികമായും മറ്റും സഹായങ്ങൾ വന്നെത്തുന്നതാണ്. ബിസിനസ് രംഗത്തുണ്ടായിരുന്ന എല്ലാവിധ അരിഷ്ടതകളും തടസ്സങ്ങളുമെല്ലാം മാറി മുന്നോട്ട് നിങ്ങൾക്ക് കുതിക്കുവാൻ കഴിയുന്നതാണ്. മീനം പകുതിക്ക് മേൽ 7-ര ശനിക്കാലം തീരുന്നുവെന്ന ശുഭവാർത്തയും നിങ്ങൾക്കുണ്ട്. ധനുക്കൂറിൽ വരുന്ന ഉത്രാടം നാളുകാർക്ക് സന്തോഷങ്ങൾക്കൊപ്പം സങ്കടങ്ങളും വന്നുചേരും. സുഹൃത്തുക്കളോട് പിണങ്ങുവാൻ ഇടയുണ്ട്. എന്നാൽ ബന്ധുക്കളുടെ അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഭൗതികമായ പിന്തുണയും ലഭിക്കുന്നതാണ്. പ്രതീക്ഷിച്ച സ്ഥാനമാനങ്ങൾ കിട്ടിയേക്കില്ല. 4-ാം ഭാവത്തിലേക്ക് ശനി വരുന്നതിനാൽ 2 വർഷത്തിലധികം നീളുന്ന കണ്ടക ശനിക്കാലം തുടങ്ങുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന കാലമാണ്. സമ്മർദ്ദങ്ങൾക്ക് നല്ല അയവുണ്ടാകും. സ്വശക്തി ഫലപ്രദമായി പ്രയോഗിക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരും. ഔദ്യോഗിക രംഗത്ത് ആധിപത്യം കൈവരുന്ന കാലമാണ്. മേലധികാരികൾ വിദഗ്ധമായ അഭിപ്രായം ചോദിക്കുവാൻ ഇടയുണ്ട്. വരുമാന മാർഗം വിപുലീകരിക്കുവാനുള്ള ശ്രമം ഫലവത്താകും. രാഷ്ട്രീയക്കാരുടെയെല്ലാം സ്വാധീന ശക്തി വളരെയധികം വർദ്ധിക്കും. പിന്തുണ പല കോണുകളിൽ നിന്നും വന്നതാണ്. ഉപരി വിദ്യാഭ്യാസത്തിലെ അവ്യക്തതകൾക്ക് പരിഹാരം വന്നുചേരും. മാതാപിതാക്കൾക്ക് ക്ഷേമകാലമാകും വന്നെത്തുന്നത്. മകൻ്റെ വിവാഹകാര്യം ശുഭ തീരുമാനത്തിൽ എത്തിച്ചേർന്നേക്കും. ഭൂമി വിൽപ്പനയിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. നിക്ഷേപങ്ങൾ കൂടുതൽ പലിശ ലഭിക്കുന്നതാണ്. പുതുക്കി വയ്ക്കുവാനും കഴിയും. രോഗക്ലേശമുള്ള ആളുകൾക്ക് പുതിയ ചികിത്സാ മാറ്റത്തിൽ ആരോഗ്യകാര്യത്തിൽ വളരെയധികം പുഷ്ടി അനുഭവപ്പെടുന്നതാണ്. തന്മൂലം മീനം രാശിയിലെ സൂര്യബുധ സംയോഗം വഴി രൂപപ്പെടുന്ന ബുധാദിത്യ രാജയോഗം ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം അനുകൂലമായിരിക്കും. സ്വർണം പോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തും. പുതിയ വീട്, വാഹനം, വസ്തു എന്നിവ സ്വന്തമാക്കുവാനും വസ്തു സംബന്ധിച്ച ഇടപാടുകളിൽ നിന്നും നേട്ടം കൊയ്യുവാനും സാമ്പത്തികമായി എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയത്തിലേക്ക് കുതിക്കുവാനും സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷം വർദ്ധിക്കുന്ന കാലമാണ്. പിതൃസ്വത്ത് തർക്കങ്ങൾ ഏതുമില്ലാതെ നിങ്ങളുടെ കൈകളിൽ എത്തുകയും ചെയ്യുന്നതാണ്.
അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. മകരരാശിക്കാർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ കഴിയും. ഏഴര ശനി തീരുന്ന സന്ദർഭമാണ്. സഹായ സ്ഥാനത്ത് ധാരാളം ഗ്രഹങ്ങൾ ഉള്ളതിനാൽ പലതരം പിന്തുണകൾ ആവശ്യപ്പെടാതെ തന്നെ വന്നു ചേരും. ആത്മവിശ്വാസത്തോടെ കർമ്മ മേഖലയിൽ മുഴുകുവാൻ കഴിയും. തൊഴിലില്ലാത്തവർക്ക് ചെറിയ വരുമാന മാർഗമെങ്കിലും വന്നെത്തും. വ്യവഹാരങ്ങൾ ഉഭയസമ്മതപ്രകാരം അവസാനിപ്പിക്കും. മീനം 20-ന് ശേഷം നിങ്ങളുടെ നക്ഷത്രാധിപനായ ചൊവ്വ നീചക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് കാര്യതടസ്സം സമ്മാനിക്കും. ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ അലട്ടുവാൻ ഇടയുണ്ട്. കുംഭരാശിക്കാർക്ക് ഏഴര ശനിക്കാലം തുടരുകയാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ തിടുക്കപ്പെട്ട് കൈക്കൊള്ളരുത്. അധികാരികളോട് തർക്കിക്കുന്നത് ഗുണം ചെയ്തേക്കില്ല. പ്രണയം നിലനിർത്തുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ജന്മരാശിയിൽ നിന്നും ആദിത്യനും ക്രമേണ ശനിയും മാറുന്നു. ജന്മശനിക്കാലം അവസാനിക്കുന്നത് പല നിലയ്ക്കും ആശ്വാസകരമാണ്. വാഗ്ദാനങ്ങൾ തെറ്റുവാൻ ഇടയുണ്ട്. അലച്ചിൽ കുറയുന്നത് വളരെയധികം ആശ്വാസമാണ്. ജോലി സ്ഥലത്തെ ഷിഫ്റ്റ് ഉറക്കത്തെ ബാധിക്കാത്ത വിധത്തിലാകും. ചെയ്യുന്ന ജോലിയിൽ, അതായത് മൊബൈൽ, കമ്പ്യൂട്ടർ തുടങ്ങിയ യന്ത്രങ്ങളെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും. ദുശീലങ്ങൾ ഉള്ള ആളുകൾക്ക് നിയന്ത്രണം കുറയുന്നതാണ്. കൂട്ടുകെട്ടുകളെ ചൊല്ലി ഗാർഹികമായ അലോസരങ്ങൾക്ക് സാധ്യതയുണ്ട്. ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുമെങ്കിലും അതിൽ പൂർണ്ണ തൃപ്തി വന്നേക്കില്ല. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ പിണക്കം, തിരനോട്ടം നടത്തുവാൻ ഇടയുണ്ട്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. കുംഭരാശിക്കാരായ പൂരുരുട്ടാതിക്കാർക്ക് ആശ്വാസത്തിന്റെ കാലഘട്ടം ആരംഭിക്കുകയാണ്. മീനം 15-ന് ശനി കുംഭം രാശിയിൽ നിന്നും മാറുന്നതോടെ ജന്മശനിക്കാലം അവസാനിക്കുന്നു. നിങ്ങൾക്ക് തടസ്സപ്പെട്ടിരുന്ന പലതും പുനരാരംഭിക്കുവാനും വീട് പണി തുടരുവാനുള്ള പണം കൈവശം എത്തുകയും ചെയ്യുന്നതാണ്. കടക്കെണിയിൽപ്പെട്ട് ശ്വാസം മുട്ടിയ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പിടിപിള്ളി കിട്ടുന്നതാണ്. അന്യനാട്ടിൽ കുടുങ്ങിയ ആളുകൾക്ക് നാട്ടിലെത്തുവാൻ വഴിതെളിയും. രോഗബാധിതരായ ആളുകൾക്ക് ചികിത്സാ മാറ്റം ആശ്വാസകരമാകുന്നതാണ്. പൂരുരുട്ടാതി 4-ാം പാദത്തിൽ അഥവാ മീനക്കൂറിൽ ജനിച്ച ആളുകൾക്ക് ജന്മത്തിൽ ആദിത്യനും രാഹുവും ശനിയും മാറി മാറി സഞ്ചരിക്കുന്ന കാലമാണ്. പ്രവാസം ഒരു സാധ്യതയാണെന്ന് ഓർമ്മിക്കണം. ഒന്നിനു പിറകെ ഒന്നായി ചെലവുകൾ കൂടി പണക്ലേശം ഉണ്ടാക്കും. അതിനാൽ തന്നെ സാഹസങ്ങൾ കഴിവതും മിതവ്യയം പാലിക്കുവാനും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുവാനും വാക്കും കർമ്മവും പൊരുത്തപ്പെടുവാനും കൂടുതൽ കരുതൽ വേണ്ടതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലുമായി 4-ലധികം ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലമാണ്. മീനം 16 മുതൽ ജന്മശനിയും തുടങ്ങുന്നു. രാഹു ജന്മനക്ഷത്രത്തിൽ മാസാദ്യം മാറുന്നു എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ജീവിതത്തിലെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പ്രവാസം, ഒറ്റപ്പെടൽ, തെറ്റിദ്ധരിക്കപ്പെടൽ, മാനസിക പിരിമുറുക്കം ഇവ അനുഭവപ്പെടാം. രോഗക്ലേശങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. വലിയ മുതൽ മുടക്കുകൾക്ക് ഈ മാസം ഒഴിവാക്കുകയാണ് നല്ലത്. നിലവിലെ ജോലി ഉപേക്ഷിച്ചാൽ പുതിയത് കിട്ടുവാൻ വളരെ കാലം കാത്തിരിക്കേണ്ടി വരും. ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകേണ്ടതാണ്. ആരോഗ്യത്തിൽ ജാഗ്രത അനിവാര്യമാണ്. കൂരിരുട്ടിലും വഴികാട്ടുവാൻ ഉള്ള ആളുകൾ വന്നെത്തുന്നതാണ്. സഹിഷ്ണുതയും വിവേകവുമാണ് പ്രധാനം. ഈ കാലവും കടന്നു പോകും. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. കർമ്മരംഗത്ത് പലതരത്തിലുള്ള അവ്യക്തതകൾ ഉണ്ടാകും. മുൻഗണന നിശ്ചയിക്കുന്നതിൽ കൃത്യത വരില്ല. ജന്മരാശിയിലെ ഗ്രഹപ്പൊരുത്തം ശ്രദ്ധേയകരമാണ്. ഓഫീസിൽ ആരെങ്കിലും അധികാരത്തിൽ കൈകടത്തുന്നതാണ്. തർക്കങ്ങളിൽ പരാജയപ്പെടാം. ഔദ്യോഗികമായ അലച്ചിലുണ്ടാകും. കരുതിവെച്ച ധനം മറ്റേതെങ്കിലും കാര്യത്തിന് പ്രയോഗിക്കേണ്ടി വരും. പ്രധാന കാര്യങ്ങൾ പുനരാലോചനകളിലൂടെ കൈക്കൊള്ളണം. അഭിമുഖങ്ങളിൽ ശോഭിക്കുന്നതാണ്, എന്നാൽ നിയമനം ലഭിക്കും. ഭോഗാനുഭവങ്ങളും പാരിതോഷിക ലബ്ധിയും സാഹിത്യ കലാരംഗങ്ങളിൽ മുന്നേറ്റവും പ്രതീക്ഷിക്കാം. പൂർവ്വകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാൻ കഴിയുന്നതാണ്. ഏഴര ശനിയിലെ ജന്മശനി തുടങ്ങുന്ന മാസം കൂടിയാണ് നിങ്ങൾക്ക്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.